ഹായ് ഗേസ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ തിരുവചനം നിയമാവർത്തന പുസ്തകം അനുഗ്രഹങ്ങൾ എന്ന ഭാഗത്തു നിന്നാണ്. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതയേക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ മേൽ ചൊരിയും. സ്നേഹമുള്ളവരെ, യേശു ക്രിസ്തു പിതാവായ ദൈവം നമ്മോട് എന്താണ് പറയുന്നത്? അവിടുത്തെ കൽപ്പനകളെല്ലാം പാലിച്ചാൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതയേക്കാളും ഉന്നതനാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ആവശ്യം? കൽപ്പനകൾ പാലിക്കുക. കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുന്നവർക്കാണ് അനുഗ്രഹങ്ങൾ ലഭിക്കുക. നാം നമ്മെ തന്നെ ദിവസവും പരിശോധിക്കണം. നാം നിയമങ്ങൾ തെറ്റിക്കാറുണ്ടോ? കൽപ്പനകൾ പാലിക്കാറുണ്ടോ? ഏറ്റവും ആത്യന്തികമായി ആത്മാർത്ഥമായി നാം അനുഷ്ഠിക്കേണ്ടത് പ്രമാണങ്ങളും കൽപ്പനകളുമാണ്. നമുക്ക് മറ്റെല്ലാം ഉണ്ടായിട്ടും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ കൽപ്പനകൾ പാലിക്കുന്നവരല്ല എങ്കിൽ കർത്താവിന് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നമുക്ക് കൽപ്പനകൾ പാലിക്കാൻ എളുപ്പമാണ്. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക, മറ്റുള്ളവരോട് ആത്മാർത്ഥമായി ക്ഷമിക്കുക. നീ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോഴാണ് നിന്നോടും ദൈവം ക്ഷമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ നമ്മോട് ദൈവം ആവശ്യപ്പെടുന്നുള്ളൂ. മനസ്സിൻ്റെ പരിശുദ്ധിയാണ് മനുഷ്യനെ പവിത്രമാക്കുന്നത്. മനസ്സ് പരിശുദ്ധമാണെങ്കിൽ നമുക്ക് എല്ലാം ദൈവം തരും. ഞാനിപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് പോലെ മനസ്സൊരു ദേവാലയം പോലെ സൂക്ഷിക്കണം. നാം എപ്പോഴും ഉത്സാഹഭരിതരായിരിക്കണം. കാരണം ഉത്സാഹമില്ലാതെ അലസമായിട്ടിരുന്നാൽ ബൈബിളിൽ പറയുന്നുണ്ട്, അലസൻ്റെ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയെന്ന്. വളരെ വ്യക്തമായ കാര്യമാണത്. കാരണം നമ്മുടെ ചിന്തകളെ മേയാൻ വിട്ടു കഴിഞ്ഞാൽ, ഒരു പശുവിനെ കയറൂരി വിട്ടാൽ അതെവിടെയും കയറി മേയും. അതേപോലെ നമ്മുടെ ചിന്തകളെ നാം അലസമായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അത് പിശാചിൻ്റെ പണിപ്പുരയായി മാറുന്നു. മനുഷ്യനെപ്പോഴും എൻഗേജ് ആയിരിക്കണം, എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അവൻ്റെ മനസ്സ് എപ്പോഴും എൻഗേജ്ഡായിരിക്കും. നല്ല കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊടുക്കുക. ഒന്നുമില്ലെങ്കിലും നമുക്ക് പ്രാർത്ഥനകൾ, ബൈബിൾ വായന, അതുമല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നന്മ ചെയ്യുക. അങ്ങനെ പല പല കാര്യങ്ങളിലൂടെ നമുക്ക് എൻഗേജ് ആകാൻ സാധിക്കും. ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിനെ അലസമായി വിടരുത്. അലസമായി മേയുന്ന മനസ്സിലാണ് പല പല തിന്മയുടെ ശക്തികൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരുവചനത്തിൻ്റെ ആഴങ്ങൾ അറിഞ്ഞുകൊണ്ട്, അർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ട് തിരുവചനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാം. നമുക്ക് വേണ്ടതൊക്കെയും നമ്മുടെ തിരുവചന വായനയിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മളെ ശക്തിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം ആരൊക്കെ കയ്യിലെടുക്കുന്നുവോ അവരുടെ കാര്യങ്ങളെല്ലാം ദൈവവും ഏറ്റെടുക്കും. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, നമുക്ക് മറ്റുള്ളവർക്ക് നമ്മളാകും വിധം സഹായം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാം. എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാം, പ്രിയപ്പെട്ട എൽസി ജോസ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.